ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് പരിപ്പ് പ്രഥമനാണ്. നിങ്ങൾ പരിപ്പ് പ്രഥമൻ കഴിച്ചിട്ടുണ്ടോ? പരിപ്പ് പായസം എന്നും പറയാം. ഈ പായസം കടലപ്പരിപ്പ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും തുവരപ്പരിപ്പും തമ്മിൽ മാറരുത്. ഒരു ടീ കപ്പാണ് നമ്മൾ കടലപ്പരിപ്പ് എടുക്കാൻ പോകുന്നത്. ചനാദാൽ, അതാണ് കടലപ്പരിപ്പ്. ഒരു ടീ കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകിയ ശേഷം വെള്ളം പോവാനായി ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കാം. വെള്ളം ഒരുവിധം പോയ ശേഷം നമുക്കതിനെ വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം വാർന്ന കടലപ്പരിപ്പിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരുവിധം നല്ലപോലെ റോസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിന് രുചി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പായസത്തിന് ഒരു പച്ചമണം ഉണ്ടാവും. കടലപ്പരിപ്പ് റോസ്റ്റ് ആകുമ്പോൾ നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കതിലേക്ക് കടലപ്പരിപ്പ് മുങ്ങിക്കിടക്കുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. കടലപ്പരിപ്പ് കരിഞ്ഞ് നിറം മാറരുത് കേട്ടോ. കുക്കർ ഒന്ന് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നത് വരെ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാം. ഒരു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം കുറച്ച് മുന്തിരിയും കാഷ്യൂവും തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുക്കണം. മുന്തിരി വറുത്തെടുക്കുന്നത് നിങ്ങൾക്കറിയാലോ, ഒരുപാട് തീയിട്ട് വറുക്കരുത്, കരിഞ്ഞു പോവും. വെള്ളമായിട്ട് നല്ല ഭംഗിയായി ബൾബ് പോലെ വരുമ്പോൾ വേണം നമുക്ക് മുന്തിരി നെയ്യിൽ നിന്നും കോരി മാറ്റാൻ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം. അതും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ചെറുതായി ഒന്ന് നിറം മാറിയതും കാഷ്യൂനട്ടും നെയ്യിൽ നിന്നും കോരിയെടുക്കണം. ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് ഒന്ന് ചുവക്കെ വറുത്തെടുക്കാം. ഈ ഓണത്തിന് പരിപ്പ് പ്രഥമന്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് കമൻ്റ് ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ബാക്കി വന്ന നെയ്യിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച ശേഷം വേവിച്ച് വെച്ച പരിപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പരിപ്പ് നല്ല പോലെ വെന്തിട്ടുണ്ടാവണം കേട്ടോ. പായസം കുടിക്കുമ്പം തരികൾ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനിയിപ്പം തരികളൊന്നും ഇല്ലാത്ത പായസമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പരിപ്പൊന്ന് ഉടച്ച ശേഷം നെയ്യിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. പരിപ്പ് നല്ലപോലെ വഴണ്ട ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. 5 അച്ച് വെല്ലം 1 കപ്പ് വെള്ളത്തിലിട്ട് ചൂടാക്കി അലിയിച്ച ശേഷം അരിച്ചെടുത്തതാണ് ഈ ശർക്കരപ്പാനി. ഒന്ന് കുറുകി വരുന്നത് വരെ വഴറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ പരിപ്പിലെല്ലാം ശർക്കര നല്ലപോലെ പിടിക്കുകയുള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു തേങ്ങയിൽ നിന്നെടുത്ത 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്തിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിനെ നല്ലപോലെ തിളപ്പിച്ച് വറ്റിക്കേണ്ടതാണ്. അതുമാത്രമല്ല, കടലപ്രഥമൻ തണുക്കുമ്പോൾ തിക്നെസ് കൂടി വരും. ഇതിലേക്ക് കട്ടിയുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച ശേഷം നമ്മുടെ പായസം തിളപ്പിക്കാൻ പാടില്ല. നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടായ ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ച ശേഷവും ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. കാരണം ഈ പായസം തണുക്കുമ്പോൾ തിക്കാവും. ഒരുപാട് അങ്ങ് ലൂസും ആവരുത്. 1ാം പാൽ ഒഴിച്ച ശേഷം നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച മുന്തിരി, അണ്ടിപ്പരിപ്പ്, തേങ്ങ കൊത്ത്, ഏലക്കായ് പൊടിച്ചതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച ശേഷം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ, നമ്മുടെ പായസം ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. നേരത്തെ പോലെ ലൂസല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. കുടിക്കാൻ പറ്റിയ ആ കൺസിസ്റ്റൻസിയാണ്. സർവിങ് ബൗളിലേക്ക് മാറ്റാം. പായസം ഒരുപാട് കട്ടിയായി പോയെങ്കിൽ ചൂടുവെള്ളമോ തേങ്ങാപ്പാലോ പശുവും പാലോ ഒഴിച്ച് കറക്റ്റ് ആക്കാം. പക്ഷെ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ടേസ്റ്റേ മാറും. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം ഓണം സീരീസിൽ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.